മിശിഹായിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സ്ഥലസമൂഹങ്ങളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ബലി സ്വീകരിക്കുന്നതും വിശുദ്ധീകരിക്കുന്നതുമായ അഗ്നിയെക്കുറിച്ച് സൂചനകൾ നൽകുന്നുണ്ട്. കാർമൽ മലയിൽ ഏലിയ ബലിയർപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ആ ബലിയെ സ്വീകരിച്ചതായി രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കത്തിപ്പടരുന്ന മുൾപ്പടർപ്പിനെയും എന്നാൽ അത് ദഹിച്ചു പോകാതെ കത്തി നിൽക്കുന്ന മുൾപ്പടർപ്പിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചും മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവിക സാന്നിധ്യം അഗ്നിയായി കത്തിജ്വലിച്ചതിനെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകത്തിലും നമുക്ക് സൂചന നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അഗ്നി ശുദ്ധീകരിക്കാൻ നമ്മെ സഹായിക്കുന്നു. ഒരു വിശുദ്ധീകരണത്തിന് ഒരു അഗ്നി സ്നാനം നമുക്കാവശ്യമാണ്. പ്രത്യേകിച്ച് നവംബർ മാസത്തിൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ആയിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന മാസം കൂടിയാണല്ലോ. തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ ഒരാത്മാവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണെങ്കിൽ ദൈവത്തെ മുഖാഭിമുഖം കണ്ട് ദൈവത്തെ അനവരതം പാടിപ്പുകഴ്ത്തിക്കൊണ്ട് അത് സ്വർഗീയ ആനന്ദത്തിലേക്ക്, നിത്യസൗഭാഗ്യത്തിലേക്ക് സ്വീകരിക്കപ്പെടും. നരകാഗ്നിക്കാണ് ഒരാത്മാവ് വിധേയമാകുന്നത് എങ്കിൽ അത് നരകാഗ്നിയിലേക്ക് തള്ളപ്പെടും. പക്ഷേ ശുദ്ധീകരിക്കുന്നൊരഗ്നിയെക്കുറിച്ച് തിരുസഭ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു ശുദ്ധീകരണ അനുഭവത്തിലൂടെ അവർ കടന്നു പോകണമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭയുടെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1030-31 ഖണ്ഡികകൾ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് ഇപ്രകാരമാണ്: മരണാനന്തരം ചില ആത്മാക്കൾ ശുദ്ധീകരണത്തിന് വിധേയരാകുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ഈ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധരിലൂടെയും സഭയുടെ പഠനത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത് അഗ്നിയിലൂടെ ഉള്ള ഒരു ശുദ്ധീകരണത്തെക്കുറിച്ചാണ്. വിശുദ്ധീകരിക്കുന്ന ഒരു അഗ്നിയിലൂടെ കടന്നു വേണം ശുദ്ധീകരണാത്മാക്കൾ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാനായി. പ്രത്യേകമായി ശുദ്ധീകരണത്തിൽ കഴിയുന്ന ആത്മാക്കൾ, അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി പരിഹാരത്തിലൂടെയും ബലിയർപ്പിച്ചും ത്യാഗത്തിലൂടെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ ആത്മാക്കൾ
ശുദ്ധീകരിക്കപ്പെട്ട അനുഭവത്തിലൂടെ നിത്യമഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതായി വിശുദ്ധരുടെ ജീവിത അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ നിക്കോളാസ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. നിക്കോളാസിന് ഒരു ദിവസം പ്രത്യേകമായി പെല്ലഗ്രീനോ എന്ന് പറയുന്ന ഒരു വ്യക്തി കാണപ്പെട്ടുവത്രേ. പെല്ലഗ്രീനോ എന്ന് പറയുന്ന വ്യക്തി കാണപ്പെട്ടതിന് ശേഷം നിക്കോളാസിനോട് അഭ്യർത്ഥിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലാണ്. വിശുദ്ധ നിക്കോളാസ് പെല്ലഗ്രീനോ എന്ന് പറയുന്ന മകനു വേണ്ടി പ്രാർത്ഥിച്ചതായും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നിത്യ സൗഭാഗ്യത്തിലേക്ക് എടുക്കുന്നതിന് വേണ്ടി ബലിയർപ്പിച്ചതായും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. നിത്യ സൗഭാഗ്യത്തിലേക്ക് ബലിയുടെ യോഗ്യത വഴി സ്വീകരിക്കപ്പെട്ട ആത്മാവ് നന്ദി പറയുവാനായി ടൊളന്തീനോയിലെ വിശുദ്ധ നിക്കോളാസിൻ്റെ അടുത്ത് വരുന്നതായും നിക്കോളാസിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ശുദ്ധീകരണ അഗ്നിയിലൂടെ കടന്ന് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ ബലിയർപ്പണത്തിലൂടെയും പ്രത്യേകമായ പരിഹാര ത്യാഗ അനുഷ്ഠാനങ്ങളിലൂടെയും സാധിക്കുമെന്ന് വിശുദ്ധർ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. വിശുദ്ധ പാദ്രേ പിയോ പറയുന്നത് പ്രത്യേകമായി ശുദ്ധീകരണ ആത്മാക്കളുടെ സഹായം ഒത്തിരിയേറെ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ്. അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു തരുന്നത് ഇപ്രകാരമാണ്. ജീവിച്ചിരിക്കുന്നതിന് യോഗ്യരായിട്ടുള്ള വ്യക്തികളെക്കാൾ മരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കളാണ് കൂടുതലായും ഞാൻ ബലിയർപ്പിക്കുമ്പോൾ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാനായി പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബലിപീഠത്തിന് ചുറ്റും അണിനിരക്കുന്നത് എന്ന് വിശുദ്ധ പാദ്രേ പിയോ തൻ്റെ ജീവിതാനുഭവം കൊണ്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. വിശുദ്ധ പാദ്രേ പിയോ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ ആത്മാക്കളെല്ലാം നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതായി വിശുദ്ധ പാദ്രേ പിയോയും സാക്ഷ്യം നൽകുന്നുണ്ട്. പ്രത്യേകമായി ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്ന വാഴ്ത്തപ്പെട്ട മേരി ഓഫ് പ്രൊവിഡൻസ് ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. പ്രത്യേകമായി ശുദ്ധീകരണ അഗ്നിയിലൂടെ കടന്നു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി സന്യാസ സമൂഹത്തെ രൂപീകരിച്ച വാഴ്ത്തപ്പെട്ട മേരി ഓഫ് പ്രൊവിഡൻസ് പറയുന്നത് ഇപ്രകാരമാണ്. ഒരു ഉദാഹരണത്തിലൂടെ അത് സാക്ഷ്യപ്പെടുത്തുവാനായി മേരി ഓഫ് പ്രൊവിഡൻസ് നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. വാഴ്ത്തപ്പെട്ട മേരി ഓഫ് പ്രൊവിഡൻസ് പറയുന്നു, നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഏതെങ്കിലും ഒരു അഗ്നിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവരെ രക്ഷിക്കുവാൻ നിങ്ങൾ എന്തുമാത്രം ത്യാഗമാണ് ചെയ്യുക. അഗ്നിയുടെ തടവറയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ നിങ്ങൾ എന്തുമാത്രം ത്യാഗപ്രവൃത്തിയാണ് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ഓരോ ആത്മാവിനും അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു വ്യക്തി ചെയ്യേണ്ടതെന്ന് വാഴ്ത്തപ്പെട്ട മേരി നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. ശുദ്ധീകരിക്കുന്ന അഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ നിത്യ സൗഭാഗ്യത്തിലേക്ക് സംവഹിക്കപ്പെടുവാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധർ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്ന ഒരു അഗ്നി വഴി ഒരാത്മാവിൻ്റെ ജീവിതം വെളിപ്പെടുന്നത് എന്ന് പൗലോസ് ലീഹായും നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ലീഹ
കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ ഒരാത്മാവിൻ്റെ ജീവിത അവസ്ഥ എങ്ങനെയാണ് വെളിപ്പെടുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. പൗലോസ് ഇങ്ങനെയാണ് നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 10-ാം തിരുവചനം: എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു. എന്താണ് ഈ അടിസ്ഥാനം? ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിച്ചു തരുന്നത്. ക്രിസ്തുവിലാണ് ഞാൻ എൻ്റെ അടിസ്ഥാനമിട്ട് അതിന്മേലാണ് ഞാൻ എല്ലാ പണിയും പൂർത്തിയാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പൗലോസ് ശ്ലീഹ തുടർന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് ഇപ്രകാരമാണ്: ഓരോരുത്തരും ഗൗരവപൂർവം താൻ പണിയുന്നത് എന്താണെന്ന് ചിന്തിക്കട്ടെ. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന അടിസ്ഥാന ശിലമേൽ നമ്മുടെ ജീവിതത്തെ പണിതുയർത്തുന്നത് ഓരോരുത്തരും ഗൗരവപൂർവം ചിന്തിക്കണമെന്ന് പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ്. തുടർന്ന് പൗലോസ് ശ്ലീഹ പറയുകയാണ്: യേശു ക്രിസ്തുവെന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമെ വേറൊരു അടിസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. യേശു അടിസ്ഥാനം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞ് യേശുവാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് നമ്മൾ ഓരോരുത്തരും പണിതുയർത്തേണ്ടത്. എന്നിട്ട് 6 ഉദാഹരണങ്ങൾ വിശുദ്ധ പൗലോസ് ശ്ലീഹ സമർത്ഥിക്കുന്നതായി നമ്മൾ തിരുവചനത്തിൽ കാണുന്നു. ഈ അടിസ്ഥാനത്തിന്മേലാണ് ഓരോരുത്തരും തങ്ങളുടെ ജീവിതമാകുന്ന ജീവിത സാഹചര്യങ്ങളെയും മൂല്യങ്ങളെയും പുണ്യങ്ങളെയും ജീവിതാനുഭവങ്ങളെയും പടുത്തുയർത്തേണ്ടത്. 6 തരത്തിലുള്ള പണികളെക്കുറിച്ച് പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ്. സ്വർണം കൊണ്ട് പണിയുന്നവരുണ്ട്, വെള്ളി കൊണ്ട് പണിയുന്നവരുണ്ട്, രത്നം കൊണ്ട് പണിയുന്നവരുണ്ട്, തടി കൊണ്ട് പണിയുന്നവരുണ്ട്, പുല്ലുകൊണ്ട് പണിയുന്നവരുണ്ട്, വൈക്കോൽ കൊണ്ട് പണിയുന്നവരുണ്ട്. ഈ 6 തരം പണികളും ഒരു വ്യക്തി ഈ ഭൂമിയിൽ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവകൃപ ഓരോരുത്തർക്ക് ലഭിക്കുന്നതനുസരിച്ച് പണിയുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ സ്വർണം അഗ്നിയിലാണ് ശുദ്ധീകരിക്കപ്പെടുക. സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കുമ്പോഴാണ് അത് കൂടുതൽ മേന്മയുള്ളതും തിളങ്ങുന്നതുമായി മാറുക. പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിച്ചു തരികയാണ്: ഏതു തരം പണിയിലൂടെ നീ പണിതുയർത്തിയാലും എല്ലാ പണികളും വെളിപ്പെടുമെന്നുള്ളതാണ് പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിച്ചു തരുന്നത്. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും, അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് അഗ്നിയാലാണ് വെളിവാക്കപ്പെടുന്നത് എന്ന് പൗലോസ് ശ്ലീഹ പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ്. ഈ അഗ്നിയിലൂടെയാണ് ഒരുവൻ ഏത് തരത്തിലുള്ള പണിയാണ് അവൻ്റെ ജീവിതത്തിൽ നിർവഹിച്ചതെന്നും ഏത് പണിയാണ് അവനെ നിത്യ സൗഭാഗ്യത്തിലേക്ക് സംവഹിക്കപ്പെടുവാൻ സാധിക്കുന്നത് എന്നും അവൻ മനസ്സിലാക്കുന്ന അവസരമാണത്. സ്വർണം കൊണ്ട് പണിതാലും, രത്നം കൊണ്ട് പണിതാലും, വെള്ളി കൊണ്ട് പണിതാലും, തടി കൊണ്ട് പണിതാലും, വൈക്കോൽ കൊണ്ട് പണിതാലും, പുല്ലുകൊണ്ട് പണിതാലും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതാണ് എന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. തുടർന്ന് പൗലോസ് ശ്ലീഹ പറയുകയാണ്: ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ചില വ്യക്തികൾ പുല്ലുകൊണ്ടായിരിക്കും
അവരുടെ ജീവിതത്തെ പണിതുയർത്തിയിട്ടുണ്ടാകുക. ജീവിതത്തെ, തൻ്റെ ആത്മാവിനെ, തൻ്റെ ജീവിതത്തിലേക്ക് ദാനമായി നൽകിയിരിക്കുന്ന ആത്മാവിനെ അത്ര ഗൗരവമായി എടുക്കാതെ ഉള്ള ജീവിത ശൈലിയായിരിക്കും അവൻ സ്വീകരിച്ചിട്ടുണ്ടാവുക. കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിച്ചു തരുന്നു, അതെല്ലാം അഗ്നിക്കിരയാകും. ഏതു പണിയാണ് നിലനിൽക്കുന്നത് എന്ന് പ്രത്യേകമായി ഒരു ശുദ്ധീകരണത്തിലൂടെ, ഒരു അഗ്നിവിശുദ്ധീകരണത്തിലൂടെ പ്രത്യേകമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഞാൻ എവിടെയാണ്, എങ്ങനെയാണ് എൻ്റെ അടിസ്ഥാനമിട്ടിരിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതം പൂർത്തീകരിക്കുന്നത്? രത്നം കൊണ്ടാണോ, വെള്ളി കൊണ്ടാണോ, സ്വർണം കൊണ്ടാണോ, തടി കൊണ്ടാണോ, പുല്ലുകൊണ്ടാണോ, വൈക്കോൽ കൊണ്ടാണോ എൻ്റെ ജീവിതം ഞാൻ പണിതുയർത്തിയിരിക്കുന്നത്? ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കണമെന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിച്ചു തരികയാണ്. കാരണം ഈ അഗ്നിയിലൂടെ എല്ലാം വെളിവാക്കപ്പെടും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. പൗലോസ്ലീഹ ഓർമ്മിപ്പിച്ചു തരികയാണ്. അവൻ ഏത് രീതിയിൽ പണിതുയർത്താലും ഈ അഗ്നി അതിനെ വെളിവാക്കുന്നത് കൊണ്ട് അവൻ ചിലപ്പോൾ നഷ്ടം സഹിക്കേണ്ടി വരും. പുല്ലുകൊണ്ടോ തടി കൊണ്ടോ വൈക്കോൽ കൊണ്ടോ ഉണ്ടാക്കുന്നതെല്ലാം പെട്ടെന്ന് കത്തിച്ചാമ്പലാകുമെന്ന് നമുക്കറിയാമല്ലോ. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. അഗ്നിയിലൂടെ ഒരു രക്ഷയെക്കുറിച്ച്, നിത്യ സൗഭാഗ്യത്തെക്കുറിച്ച് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്, മരണാനന്തരം ഒരു ശുദ്ധീകരണത്തിന് വിധേയരാകുന്ന ഒരവസ്ഥയുണ്ട്. അതിനെയാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഈ അന്തിമ ശുദ്ധീകരണത്തിന് വിധേയരാകുന്നവരെ കുറിച്ചാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് സഭ പഠിപ്പിക്കുന്നതും ഓർമ്മിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകം പ്രത്യേകമായിട്ട് പറയുന്നത്, ഈ അഗ്നിയിലൂടെ കടന്നു പോകുന്നവരുടെ സ്ഥിതി എപ്രകാരമാണ് എന്ന്. അവർക്ക് വേണ്ടി നമുക്കാണ് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക. നമുക്കാണ് ബലിയർപ്പിച്ചും ത്യാഗങ്ങൾ അനുഷ്ഠിച്ചും പരിഹാരങ്ങൾ അനുഷ്ഠിച്ചും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക. ജോബിൻ്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു, ജോബിൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാരോടെന്ന പോലെ ജോബ് പറയുന്നത് ഇപ്രകാരമാണ്. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 21-ാം തിരുവചനം, ദയ തോന്നണമേ, നിങ്ങളെങ്കിലും എന്നോട് ദയ കാട്ടണമേ, എൻ്റെ പ്രിയ സ്നേഹിതരെ, എന്തെന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, എന്നോട് ദയ കാണിക്കണമേ, എന്നോട് കരുണ കാണിക്കണമേ. നിങ്ങൾ കരുണ കാണിച്ചാൽ, നിങ്ങൾ ദയ കാണിച്ചാൽ ദൈവത്തിൻ്റെ വലിയ കൃപാവരത്തിന് ഞാൻ യോഗ്യനായി തീരുമെന്ന് ജോബിൻ്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ജീവിതം പരിശോധിക്കുകയാണ് എങ്കിൽ ഒത്തിരിയേറെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് പ്രത്യേകമായി പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തിയാണ് വിശുദ്ധ ഫൗസ്റ്റീന എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നു, തൻ്റെ സന്യാസ സമൂഹത്തിൽ നിന്ന് മരിച്ചുപോയിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടതായും പിന്നീട് വന്ന് വിശുദ്ധ ഫൗസ്റ്റീനായോട് നന്ദി പറയുന്നതായും വിശുദ്ധ ഫൗസ്റ്റീന രേഖപ്പെടുത്തിയിരിക്കുന്ന ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ, വിശുദ്ധീകരിക്കുന്ന അഗ്നിയിലൂടെ കടന്നു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ. അവർ നമ്മുടെ സഹായത്തിന് എത്തുമെന്ന് മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന വഴി
ആ ആത്മാക്കൾ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. 9-ാം പിയൂസ് മാർപ്പാപ്പയുടെ ജീവിത അനുഭവം ഇപ്രകാരമാണ്. 9-ാം പിയൂസ് മാർപ്പാപ്പ തൻ്റെ ജീവിതകാലത്ത് പാദ്രെ തൊമാസോ എന്ന് പറയുന്ന ഒരു വൈദികനെ മെത്രാനായി നിയമിക്കുകയാണ്. മെത്രാനായി നിയമിക്കപ്പെട്ട ഈ വ്യക്തി 9-ാം പിയൂസ് മാർപ്പാപ്പയുടെ അടുക്കൽ വന്ന് ഇങ്ങനെ അപേക്ഷിച്ചു: പിതാവേ, എനിക്ക് മെത്രാനാകാനുള്ള യോഗ്യതയില്ല. അദ്ദേഹത്തിൻ്റെ അയോഗ്യതകൾ ഒന്നൊന്നായി അദ്ദേഹം പിതാവിനോട് ഏറ്റുപറയുകയാണ്. ആ സമയത്ത് 9-ാം പിയൂസ് മാർപ്പാപ്പ പാദ്രെ തൊമാസോയോട് ഇപ്രകാരം പറഞ്ഞു അത്രേ: പാദ്രെ തൊമാസോ, താങ്കളെ ഞാൻ മെത്രാനാക്കിയിരിക്കുന്നത് ഒരു കൊച്ചു രൂപതയുടെ അധിപനായി മാത്രമാണ്. ഞാനോ തിരുസഭയുടെ മുഴുവൻ അധികാരിയായിട്ടാണ് നിയമിതനായിരിക്കുന്നത്. പാദ്രെ തൊമാസോ എങ്ങനെയെങ്കിലും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇങ്ങനെ അഭ്യർത്ഥിച്ചു അത്രേ: പിതാവേ, എനിക്കാണെങ്കിൽ വലിയ ഓർമ്മശക്തിയില്ല. ഇങ്ങനെ ഓർമ്മശക്തിയില്ലാതെ എങ്ങനെയാണ് ഒരു രൂപതയെ ഭരിക്കാനായിട്ട് സാധിക്കുക? 9-ാം പിയൂസ് മാർപ്പാപ്പ മറുപടി പറഞ്ഞു അത്രേ: ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചത് വഴിയായിട്ടാണ് എനിക്ക് ഓർമ്മശക്തി കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പാദ്രെ തൊമാസോയെ ആശ്വസിപ്പിച്ചുകൊണ്ട് 9-ാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ യാത്രയാക്കിയതും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്നും അവരുടെ സഹായം അപേക്ഷിച്ചു കഴിഞ്ഞാൽ വലിയ കൃപാവരത്തിന് ഇടയാകുമെന്നും 9-ാം പിയൂസ് മാർപ്പാപ്പയുടെ ജീവചരിത്രത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളും കടപ്പെട്ടവരാണ്. അവർക്ക് നമ്മുടെ സഹായം അത്യന്താപേക്ഷിതമാണ്. ചില വ്യക്തികൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആഴ്ചയിലെ ഒരു ദിവസം പ്രത്യേകമായി അവരുടെ ബലിയർപ്പണവും അവരുടെ ത്യാഗപ്രവൃത്തികളും അവരുടെ പാപപരിഹാര ബലികളും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി കാഴ്ചവെക്കുന്നതായി കണ്ടിട്ടുണ്ട്. പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ അനുവർത്തിക്കുവാനായി നമുക്കും പരിശ്രമിക്കാം. ആഴ്ചയിലൊരു ദിവസം അത് ഓരോരുത്തരും തിരഞ്ഞെടുത്തുകൊള്ളുക. ഇന്ന ദിവസം ഞാൻ അർപ്പിക്കുന്ന ബലി, ഞാൻ പങ്കുചേരുന്ന ബലിയർപ്പണം, ഞാൻ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള പുണ്യപ്രവർത്തികൾ, ഇതെല്ലാം പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. അങ്ങനെ പ്രത്യേകമായ നിയോഗത്തിലൂടെ കാഴ്ചവെക്കുമ്പോൾ അനേകം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നതായി നമുക്കും അനുഭവമുണ്ടാകും. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു തരുന്നു: ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നത് ദൈവസ്നേഹത്തെ പ്രതിയാണ്. ദൈവസ്നേഹത്തെ പ്രതി വരാന്തയിൽ കിടക്കുന്ന ഒരു കരിയില ദൈവസ്നേഹത്തെ പ്രതി നിയോഗം വെച്ച് എടുത്തു കളഞ്ഞപ്പോൾ അനേകം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നൊരു കാഴ്ച കാണിച്ചു കൊടുത്തുവത്രേ. നമ്മുടെ ത്യാഗപ്രവർത്തികൾ വഴി അനേകം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വിശുദ്ധീകരിക്കുന്ന അഗ്നിയും കടന്ന് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന വഴി അനേകം ആത്മാക്കൾ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.